നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രാജ്യത്തെ എല്ലാ കുടുംബങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. അത് 2027 ഇന്ത്യയുടെ ജനസംഖ്യ സെൻസസ് ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും യൂട്യൂബ്, വാട്സപ്പ് ഗ്രൂപ്പുകളിലും സെൻസസിനെ കുറിച്ച് നിരവധി വാർത്തകളും പ്രചരണങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് ഇതെല്ലാം ചോദിക്കും, ഈ രേഖ കാണിക്കണം, മൊബൈൽ നമ്പർ നിർബന്ധമാണ്, വീട് പരിശോധിക്കും എന്നിങ്ങനെ പലതരത്തിലുള്ള സന്ദേശങ്ങൾ ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ അതിൽ എല്ലാം ശരിയാണോ? യാഥാർത്ഥ്യത്തിൽ സെൻസസ് ഉദ്യോഗസ്ഥർ എന്തൊക്കെയാണ് ചോദിക്കാൻ അധികാരമുള്ളത്, എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ ചോദിക്കില്ല എല്ലാം, അതുപോലെ പെൻഷൻ മുടങ്ങുമോ, BPL APL ആവുമോ, എല്ലാ കാര്യത്തിനും നമ്മൾക്ക് ഈ വീഡിയോയിൽ മറുപടിയുണ്ട്. ഈ വീഡിയോ നമ്മൾ എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു കാര്യം പോലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാൻ മാക്സിമം ശ്രമിക്കുക. ആദ്യം നമുക്കൊരു അടിസ്ഥാന കാര്യം മനസ്സിലാക്കണം. സെൻസസ് എന്നത് രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളെയും അവരുടെ വീടുകളെയും കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ സർക്കാർ ഔദ്യോഗികമായി ശേഖരിക്കുന്ന ഒരു ദേശീയ കണക്കെടുപ്പാണ്. സെൻസസിന്റെ പ്രധാന ലക്ഷ്യം രാജ്യത്ത് എത്ര പേർ ജീവിക്കുന്നു, എത്ര വീടുകളുണ്ട്, എവിടെയാണ് ജനസംഖ്യ കൂടുതലുള്ളത്, എവിടെയാണ് കുടിവെള്ളം, വൈദ്യുതി, ശൗചാലയം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുള്ളത് എന്നിങ്ങനെ വികസന പദ്ധതികൾക്ക് ആവശ്യമായ സ്ഥിതി വിവര കണക്കുകൾ തയ്യാറാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഉദാഹരണത്തിന്, ഒരു പഞ്ചായത്തിൽ 10 വർഷം മുൻപ് 10,000 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതുക. ഇപ്പോൾ 20,000 ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് കൂടുതൽ സ്കൂളുകളും ആശുപത്രികളും റോഡുകളും കുടിവെള്ള പദ്ധതികളും ആവശ്യമായി വരും. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാരിന് വിശ്വസനീയമായ കണക്കുകൾ ആവശ്യമാണ്. അതിനാണ് ഈ സെൻസസ് നടക്കുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സെൻസസ് ഉദ്യോഗസ്ഥർ ആരാണെന്നുള്ള കാര്യം. വീട്ടിൽ വരുന്ന എല്ലാവരും സെൻസസ് ഉദ്യോഗസ്ഥരാണോ എന്നുള്ള ചോദ്യമുണ്ട്. അല്ല, സർക്കാർ നിയോഗിച്ച പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരാണ് സെൻസസ് വിവരശേഖരണം നടത്തുക. അവർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡും നിർദ്ദേശങ്ങളും ഉണ്ടായിരിക്കും. അതിനാൽ വിവരങ്ങൾ നൽകുന്നതിന് മുൻപ് ഉദ്യോഗസ്ഥന്റെ തിരിച്ചറിയൽ ഉറപ്പാക്കുന്നത് നല്ല ശീലമാണ്. ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്നാൽ പേടിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് പലരും. ഒരിക്കലുമില്ല. സെൻസസ് ഒരു സാധാരണ ഭരണ നടപടിയാണ്. ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അറിയാത്ത കാര്യങ്ങൾ ഊഹിച്ച് പറയേണ്ടതുമില്ല. സംശയമുണ്ടെങ്കിൽ വീണ്ടും ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമേ മറുപടി നൽകാവൂ. നമ്മൾക്ക് ഇനി ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കെട്ടിട നമ്പർ എന്താണെന്ന് ആദ്യം നോക്കും. സാധാരണയായി ഉദ്യോഗസ്ഥർ ആദ്യം വീടിന്റെ തിരിച്ചറിയൽ വിവരങ്ങളാണ് ശേഖരിക്കുക. ഉദാഹരണത്തിന്, വീടിന്റെ പഞ്ചായത്ത് നമ്പർ എന്താണ്, മുനിസിപ്പാലിറ്റി നൽകിയ കെട്ടിട നമ്പർ എന്താണ്, വാർഡ് നമ്പർ എന്താണ്. ഈ വിവരങ്ങൾ വീടിന്റെ ഔദ്യോഗികമായി തിരിച്ചറിയാനാണ് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ വിവരമല്ല. ഓരോ വീടിന്റെയും സർക്കാർ രേഖകളിൽ ഒരു തിരിച്ചറിയൽ നമ്പർ ഉണ്ടായിരിക്കും. ഉദ്യോഗസ്ഥൻ അത് പരിശോധിച്ച് രേഖപ്പെടുത്തും. നിങ്ങൾക്ക് നമ്പർ അറിയുന്നില്ലെങ്കിൽ പോലും അതൊരു പ്രശ്നമല്ല. വീടിന്റെ നമ്പർ ബോർഡ് നോക്കിയോ പ്രാദേശിക രേഖകൾ പരിശോധിച്ചോ ഉദ്യോഗസ്ഥന് കണ്ടെത്താൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, സെൻസസ് ഹൗസ് നമ്പർ. ചിലർക്കത് ഒരു പുതിയ കാര്യമായിരിക്കും. സെൻസസ് സമയത്ത് ഉദ്യോഗസ്ഥർ വീടുകൾക്ക് ഒരു പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകാറുണ്ട്. ഇത് പഞ്ചായത്ത് നമ്പറുമായി ഒരേപോലെ ആകണമെന്നില്ല. സെൻസസ് രേഖകളിൽ മാത്രം ഉപയോഗിക്കുന്ന നമ്പർ ആയിരിക്കാം. ഈ നമ്പർ ഉപയോഗിച്ചാണ് പിന്നീട് വിവരങ്ങൾ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേട്ട് ആശയക്കുഴപ്പത്തിലാകേണ്ട കാര്യമില്ല. മൂന്നാമത്തെ ചോദ്യം, വീടിന്റെ നിർമ്മാണം. അടുത്തതായി ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ഈ കാര്യമാണ് വീടിന്റെ നിർമ്മാണം. ഏത് തരത്തിലുള്ള നിർമ്മാണം വേണമെന്ന് ചോദിക്കും. ഉദാഹരണത്തിന്, സ്ഥിര കെട്ടിടമാണോ, ഭാഗികമായി സ്ഥിരമാണോ, താൽക്കാലിക നിർമ്മാണമാണോ? ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം വീടുകളുടെ ഗുണനിലവാരം മനസ്സിലാക്കുകയാണ്. ഇത് നിങ്ങളുടെ വരുമാനം കണക്കാക്കാനോ നികുതി ഈടാക്കാനോ വേണ്ടിയല്ല. ഇനി നാലാമത്തെ ചോദ്യം, തറയുടെ നിർമ്മാണ വസ്തു. ഇത് കേൾക്കുമ്പോൾ പലർക്കും അത്ഭുതം തോന്നാം. എന്തിനാണ് തറയെക്കുറിച്ച് ചോദിക്കുന്നത്? അതിന്റെ കാരണം വളരെ ലളിതമാണ്. ഒരു പ്രദേശത്തെ വീടുകളുടെ നിലവാരം വിലയിരുത്താൻ തറയുടെ നിർമ്മാണ വസ്തുവും ഒരു സൂചകമാണ്. ഉദാഹരണത്തിന്, സിമെന്റ് ഫ്ലോർ ആണോ, അതുപോലെ ടൈൽസ് ആണോ, ഗ്രാനൈറ്റ് ആണോ, മണ്ണ് തറയാണോ, കല്ല് ഉപയോഗിച്ചാണോ, ഇവയിൽ ഏതാണെന്ന് രേഖപ്പെടുത്താം. ഇത് വീടിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചുള്ള സ്ഥിതി വിവര കണക്കുകൾ തയ്യാറാക്കാനാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, അടുത്തതായി ഭിത്തിയെക്കുറിച്ച് ചോദിക്കാം. വീട് നിർമ്മിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ചാണോ, ഇഷ്ടിക കൊണ്ടാണോ, കല്ലുകൊണ്ടാണോ, മരം കൊണ്ടാണോ, മറ്റ് നിർമ്മാണ വസ്തുക്കളാണോ? ഇത്തരം വിവരങ്ങൾ വിവിധ പ്രദേശങ്ങളിലെ വീടുകളുടെ സ്വഭാവം മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ആറാമത്തെ ചോദ്യം, മേൽക്കൂരയുടെ നിർമ്മാണം എന്തുകൊണ്ടാണ് എന്നുള്ളത് ചോദിക്കും. കോൺക്രീറ്റ് ആണോ, ഓടാണോ, ടിൻ ഷീറ്റ് ആണോ, മറ്റ് വസ്തുക്കൾ കൊണ്ടാണോ?
ഇത് രേഖപ്പെടുത്തുന്നതിലൂടെ വിവിധ കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ വീടുകളുടെ സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും സംബന്ധിച്ച പൊതുവായ കണക്കുകൾ ലഭിക്കുന്നു. ഇനി ഏഴാമത്തെ ചോദ്യം, ഒരു കെട്ടിടം എല്ലായ്പ്പോഴും താമസത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്. ചില കെട്ടിടങ്ങൾ കടകളായിരിക്കാം, ഓഫീസുകളായിരിക്കാം, സ്കൂളുകളായിരിക്കാം, ആശുപത്രികളായിരിക്കാം, ഗോഡൌണുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗം താമസത്തിനും മറ്റൊരു ഭാഗം വ്യാപാര ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് കെട്ടിടത്തിന്റെ പ്രധാന ഉപയോഗം എന്താണെന്ന് ഉദ്യോഗസ്ഥർ ചോദിക്കും. ഇനി എട്ടാമത്തെ ചോദ്യം, കെട്ടിടത്തിന്റെ നിലവിലെ അവസ്ഥ. ഇത് മറ്റൊരു പ്രധാന വിവരമാണ്. വീട് നല്ല നിലയിലാണോ, ചെറിയ അറ്റകുറ്റപ്പണികൾ ആവശ്യമുണ്ടോ, വളരെ പഴക്കമുള്ളതാണോ, ഉപയോഗിക്കാൻ പ്രയാസമുള്ള അവസ്ഥയിലാണോ? ഇത്തരം വിവരങ്ങൾ രാജ്യത്തെ ഭവനങ്ങളുടെ പൊതുവായ അവസ്ഥ വിലയിരുത്താൻ സഹായിക്കുന്നുണ്ട്. ഇനി ഒൻപതാമത്തെ ചോദ്യം, ഈ കെട്ടിടത്തിൽ എത്ര കുടുംബാംഗങ്ങൾ താമസിക്കുന്നു എന്നുള്ളത്. ഒരു വീടിന്റെ ഉള്ളിൽ ചിലപ്പോൾ 2 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടാവാം. ഉദാഹരണത്തിന് മാതാപിതാക്കൾ താഴത്തെ നിലയിൽ, മകൻ കുടുംബത്തോടൊപ്പം മുകളിലെ നിലയിൽ, അല്ലെങ്കിൽ വാടകയ്ക്ക് ഒരു കുടുംബം മേലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്തരം സാഹചര്യങ്ങളിൽ ഓരോ കുടുംബത്തിന്റെയും വിവരങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തേണ്ടി വരാം. അതിനാലാണ് ഈ ചോദ്യം പ്രധാനമാകുന്നത്. ഇനി 10ാമത്തെ ചോദ്യം, കുടുംബത്തിലെ ആകെ അംഗങ്ങളുടെ എണ്ണം. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യങ്ങളിൽ ഒന്ന്. നിങ്ങളുടെ കുടുംബത്തിൽ സ്ഥിരമായി താമസിക്കുന്ന ആളുകളുടെ എത്ര പേരാണ്, അവരിൽ പുരുഷന്മാർ എത്രയാണ്, സ്ത്രീകൾ എത്രയാണ്, കുട്ടികൾ എത്രയാണ്, മുതിർന്നവർ എത്രയാണ്? ഇത്തരത്തിലുള്ള വിവരങ്ങൾ പിന്നീട് വിശദമായി രേഖപ്പെടുത്തുന്ന ഘട്ടങ്ങളിലേക്ക് സഹായകമാകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ഥിരമായി ഇവിടെ താമസിക്കുന്നവരുടെയും സാധാരണ ഈ വീട്ടിനെ പ്രധാനമായി താമസ സ്ഥലമാക്കുന്നവരുടെയും വിവരങ്ങളാണ് പൊതുവെ രേഖപ്പെടുത്തുന്നത്. പ്രത്യേക സാഹചര്യങ്ങളിൽ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും കണക്കെടുപ്പ്. 11ാമത്തെ ചോദ്യം, കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയുടെ പേര്. വിവരശേഖരണം ആരംഭിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ കുടുംബത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയുടെ പേര് രേഖപ്പെടുത്തും. ഇത് സാധാരണയായി വീട്ടിലെ പ്രധാന ഉത്തരവാദിത്തം വഹിക്കുന്ന വ്യക്തിയായിരിക്കാം. ചില വീടുകളിൽ അത് അച്ഛനായിരിക്കും, ചില വീടുകളിൽ അമ്മയായിരിക്കും, ചിലപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളായിരിക്കും. ഇവിടെ ഒരു തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്, കുടുംബനാഥൻ എന്നത് നിർബന്ധമായും പുരുഷൻ തന്നെ ആയിരിക്കണമെന്നില്ല. ഒരു സ്ത്രീയാണ് കുടുംബത്തിന്റെ പ്രധാന ഉത്തരവാദിത്തം വഹിക്കുന്നതെങ്കിൽ അവരുടെ പേരും രേഖപ്പെടുത്താം. ഉദാഹരണത്തിന് ഭർത്താവ് വിദേശത്ത് താമസിക്കുന്നത്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭാര്യയാണ് നോക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ. അതുപോലെ ഭർത്താവ് മരണപ്പെട്ട ശേഷം കുടുംബം നടത്തുന്നത് ഭാര്യയാണെങ്കിൽ, അതുപോലെ വിവാഹം കഴിഞ്ഞ ഒരാൾക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നുള്ള കാര്യം, പ്രായമായ അമ്മയാണ് വീട്ടിലെ പ്രധാന വ്യക്തി എന്നുണ്ടെങ്കിൽ, ഇത്തരം സാഹചര്യങ്ങളിൽ അതനുസരിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തും. ഇനി 12ാമത്തെ ചോദ്യം, അതായത് ഉദ്യോഗസ്ഥർ ലിംഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്താം. ഇത് വ്യക്തിഗത വിലയിരുത്തലിനല്ല, രാജ്യത്തെ ജനസംഖ്യാ ഘടന, സ്ത്രീ പുരുഷ അനുപാതം, വിവിധ വിഭാഗങ്ങളുടെ കണക്ക് എന്നിവ തയ്യാറാക്കുന്നതിനാണ് ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ വിവരങ്ങൾ പൊതുവെ ഔദ്യോഗിക രേഖകളുടെ അടിസ്ഥാനത്തിലോ വ്യക്തി നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിലോ രേഖപ്പെടുത്തുന്നതാണ്. ഇനി 13ാമത്തെ ചോദ്യം, ചില പ്രദേശങ്ങളിൽ ഉദ്യോഗസ്ഥർ കുടുംബത്തിന്റെ സാമൂഹിക വിഭാഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും രേഖപ്പെടുത്താറുണ്ട്. ഉദാഹരണത്തിന് പട്ടികജാതി, പട്ടികവർഗം, മറ്റു വിഭാഗക്കാർ. ഈ വിവരങ്ങൾ എന്തിനാണെന്നുള്ള ചോദ്യമുണ്ട്. സർക്കാർ വിവിധ വികസന പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ഓരോ വിഭാഗത്തിന്റെയും ജനസംഖ്യ, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ കണക്കുകൾ ആവശ്യമായി വരാം. ഇത് ഒരാളുടെ അവകാശങ്ങൾ കുറയ്ക്കാനോ വർദ്ധിപ്പിക്കാനോ ഉള്ള നടപടിയല്ല. ഇനി 14ാമത്തെ ചോദ്യം, വീട്ടിൽ എത്ര മുറികളുണ്ട്? ഇത് ചിലർക്കെങ്കിലും അത്ഭുതം തോന്നാവുന്ന ഒരു ചോദ്യമാണ്. എന്തിനാണ് മുറികളുടെ എണ്ണം ചോദിക്കുന്നുള്ളത്? കാരണം ഒരു പ്രദേശത്തെ താമസ സൗകര്യങ്ങളുടെ നിലവാരം വിലയിരുത്താൻ വീടിന്റെ വലിപ്പവും ഉപയോഗീയമായ മുറികളുടെ എണ്ണവും സഹായകമാണ്. ഉദാഹരണത്തിന് ഒരു വീട്ടിൽ 5 പേർ താമസിക്കുമ്പോൾ ഒരു മുറി മാത്രമാണെങ്കിൽ അതും ഒരു കണക്കാണ്. അതേസമയം ഈ വിവരങ്ങൾ പിന്നീട് ഗവേഷണങ്ങൾക്കും വികസന പദ്ധതികൾക്കും ഉപയോഗിക്കും. ഇനി 15ാമത്തെ ചോദ്യം, കുടിവെള്ളത്തിന്റെ പ്രധാന ഉറവിടം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഉദ്യോഗസ്ഥർ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ പ്രധാനമായും കുടിവെള്ളം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്നുള്ളത്. ഉദാഹരണത്തിന് വീട്ടിലെ പൈപ്പ് കണക്ഷൻ ആണോ, പൊതു പൈപ്പാണോ, കിണറാണോ, ബോർവെല്ലാണോ, ടാങ്കർ വഴി എത്തിക്കുന്ന വെള്ളമാണോ, മറ്റ് ഉറവിടങ്ങളാണോ എന്നുള്ള ചോദ്യം വരാം. ഈ വിവരങ്ങൾ എന്തിനാണ് ശേഖരിക്കുന്നത് ചോദിച്ചാൽ, ഒരു പ്രദേശത്ത് എത്ര കുടുംബങ്ങൾക്ക് സുരക്ഷിത കുടിവെള്ളം ലഭ്യമാണ് എന്ന് മനസ്സിലാക്കാനാണ്. ഭാവിയിൽ പുതിയ കുടിവെള്ള പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ഇത്തരം കണക്കുകൾ സഹായകമാകും. ഇനി 16ാമത്തെ ചോദ്യം, കുടിവെള്ളം വീട്ടിനുള്ളിൽ ലഭ്യമാണോ എന്നുള്ളത്. വെള്ളത്തിന്റെ ഉറവിടം മാത്രമല്ല, അത് എവിടെയാണ് ലഭിക്കുന്നതെന്നും രേഖപ്പെടുത്തും. ഉദാഹരണത്തിന് വീട്ടിനുള്ളിൽ തന്നെ കണക്ഷൻ ഉണ്ടോ, മുറ്റത്തുണ്ടോ, അതുപോലെ വീട്ടിൽ നിന്ന് അകലെയാണോ വെള്ളം എടുക്കുന്നത്. ഒരു ഗ്രാമത്തിൽ 100 കുടുംബങ്ങളിൽ 70 കുടുംബങ്ങൾക്ക് വീടിനുള്ളിൽ വെള്ളം ലഭിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 30 കുടുംബങ്ങൾക്ക് ഭാവിയിൽ പുതിയ പദ്ധതി ആവശ്യമായി വരാം. അത്തരം കണക്കുകൾ കണ്ടെത്താനാണ് ഈ വിവരങ്ങൾ സഹായിക്കുന്നത്. ഇനി 17ാമത്തെ ചോദ്യം,
വെളിച്ചത്തിനുള്ള പ്രധാന സംവിധാനം. അതായത് ഇപ്പോൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ഉദ്യോഗസ്ഥൻ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ പ്രധാനമായും വെളിച്ചത്തിന് എന്താണ് ഉപയോഗിക്കുന്നുള്ളത്? വൈദ്യുതിയാണോ, സൗരോർജമാണോ, അതോ ജനറേറ്റർ മുഖേനയാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യത്തിന്റെ ലക്ഷ്യം രാജ്യത്തെ വൈദ്യുതി ലഭ്യതയെക്കുറിച്ചുള്ള പൊതുവായ കണക്കുകൾ തയ്യാറാക്കുക എന്നതാണ്. ഇനി 18ാമത്തെ ചോദ്യം, വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ഉണ്ടോ എന്നുള്ളത്. ചിലപ്പോൾ വൈദ്യുതി ലഭിക്കുന്ന രീതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും രേഖപ്പെടുത്തും. അതായത് സ്ഥിരമായ കണക്ഷനാണോ, പരിമിതമായ ഉപയോഗമാണോ, മറ്റു മാർഗങ്ങളിലൂടെ വൈദ്യുതി ലഭിക്കുന്നതാണോ? ഈ വിവരങ്ങൾ ഗ്രാമ നഗര മേഖലകളിൽ വൈദ്യുതി ലഭ്യത താരതമ്യം ചെയ്യാൻ സഹായിക്കും. ഇനി 19ാമത്തെ ചോദ്യം, ശൗചാലയ സൗകര്യം. ഇത് സെൻസസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്. വീട്ടിൽ ശൗചാലയം ഉണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ളതാണ്? ഇത് എന്തിനാണ് ചോദിക്കുന്നുള്ള ചോദ്യം ഉണ്ടാവാം. രാജ്യത്തെ ശുചിത്വ സൗകര്യങ്ങളുടെ നിലവാരം വിലയിരുത്താനാണ്. ഒരു പ്രദേശത്ത് ഇപ്പോഴും ശൗചാലയ സൗകര്യം ഇല്ലാത്ത വീടുകൾ ഉണ്ടെങ്കിൽ ഭാവിയിലെ പദ്ധതികൾ അവർക്ക് മുൻഗണന നൽകാൻ ഇത്തരം കണക്കുകൾ സഹായിക്കും. ഇനി 20ാമത്തെ ചോദ്യം, മലിനജലം എങ്ങനെ സംസ്കരിക്കുന്നു എന്നുള്ള കാര്യം. ശൗചാലയം ഉള്ളതുപോലെ തന്നെ അതിൽ നിന്നുള്ള മലിനജലം എവിടെയാണ് സംസ്കരിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കും. സെപ്റ്റിക് ടാങ്ക് ആണോ, ഡ്രെയിനേജ് സംവിധാനമാണോ, മറ്റ് അംഗീകൃത മാർഗങ്ങളാണോ എന്നുള്ള ചോദ്യം ചോദിക്കും. ഇനി 21ാമത്തെ ചോദ്യം, ഇപ്പോൾ മാലിന്യ സംസ്കരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഉദ്യോഗസ്ഥർ ഇത് ചോദിക്കും, വീട്ടിലെ മാലിന്യം എവിടെയാണ് കൈകാര്യം ചെയ്യുന്നുള്ളത്. ഉദാഹരണത്തിന് പഞ്ചായത്ത് ശേഖരിക്കുന്നുണ്ടോ, നഗരസഭ ശേഖരിക്കുന്നുണ്ടോ, വീട്ടിൽ തന്നെ കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ടോ, അംഗീകൃത രീതിയിൽ സംസ്കരിക്കുന്നുണ്ടോ? ഇത്തരം വിവരങ്ങൾ നഗര ഗ്രാമ ശുചിത്വ പദ്ധതികൾക്ക് ഉപകാരപ്പെടും. ഇനി 22ാമത്തെ ചോദ്യം, പാചകത്തിന് പ്രധാനമായും എന്ത് ഇന്ധനമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളത്? നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ പ്രധാനമായും എന്താണ് ഉപയോഗിക്കുന്നത്? അതായത് LPG ആണോ, PNG ആണോ, വൈദ്യുതി ആണോ, ബയോഗ്യാസ് ആണോ, വിറകാണോ, മറ്റ് ഇന്ധനങ്ങളാണോ? ഇത് കേട്ട് ചിലർക്ക് സംശയം വരാം, ഇത് ചോദിച്ചാൽ ഗ്യാസ് സബ്സിഡി നിർത്തുമോ എന്നുള്ളത്. ഇല്ല, കാരണം ഇത് രാജ്യത്ത് വിവിധ ഇന്ധനങ്ങളുടെ ഉപയോഗരീതി സംബന്ധിച്ച സ്ഥിതിവിവര കണക്കുകൾ തയ്യാറാക്കുന്നതിനുള്ള വിവരമാണ്. ഒരു പ്രദേശത്ത് ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും വിറകാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ശുദ്ധമായ പാചക ഇന്ധനത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഇത്തരം കണക്കുകൾ നമ്മളെ വളരെയധികം സഹായിക്കും. ഇനി 23ാമത്തെ ചോദ്യം, വീട്ടിൽ റേഡിയോ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇന്നത്തെ കാലത്ത് റേഡിയോ ഉപയോഗം കുറഞ്ഞിട്ടുണ്ടെങ്കിലും രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലും അവസ്ഥ ഒരുപോലെയല്ല. ചില ഗ്രാമങ്ങളിൽ ഇന്നും റേഡിയോ പ്രധാന വിവര മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ റേഡിയോയുടെ ലഭ്യതയും രേഖപ്പെടുത്തും. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടം വിലയിരുത്താനല്ല, വിവിധ ആശയവിനിമയ മാർഗങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച പൊതുവായ കണക്കുകൾ തയ്യാറാക്കാനാണ്. ഇനി 24ാമത്തെ ചോദ്യം, ടെലിവിഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. ടെലിവിഷൻ ഇന്ന് മിക്ക വീടുകളിലും കാണുന്ന ഒരു ഉപകരണമാണ്. എന്നാൽ എല്ലാ വീടുകളിലും ടെലിവിഷൻ ഉണ്ടാവില്ല. ഉദ്യോഗസ്ഥൻ ചോദിക്കാം, നിങ്ങളുടെ വീട്ടിൽ ടെലിവിഷൻ ഉണ്ടോ? ഇത് എന്തിനാണ്? രാജ്യത്ത് വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന പ്രധാന മാധ്യമങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം. ഈ ഉദാഹരണത്തിന് സർക്കാർ ബോധവൽക്കരണ പദ്ധതികൾ ഏത് മാധ്യമങ്ങളിലൂടെ കൂടുതൽ ഫലപ്രദമായി എത്തിക്കാമെന്ന് പഠിക്കാൻ ഇത്തരം കണക്കുകൾ സഹായിക്കും. ഇനി 25ാമത്തെ ചോദ്യം, ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണോ എന്നുള്ളതാണ്. ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് ഇന്റർനെറ്റ് ഒരു പ്രധാന അടിസ്ഥാന സൗകര്യമായി മാറിയിരിക്കുന്നു. ഉദ്യോഗസ്ഥർ ചോദിക്കാം, നിങ്ങളുടെ വീട്ടിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ അതും മൊബൈൽ ഡാറ്റ വഴിയാണ് പ്രധാനമായും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും പൊതുവായി രേഖപ്പെടുത്താം. ഈ വിവരങ്ങൾ ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപ്തി വിലയിരുത്താൻ സഹായിക്കുന്നു. ഇനി 26ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസം, തൊഴിൽ, സർക്കാർ സേവനങ്ങൾ, ഓൺലൈൻ പഠനം എന്നിവയിൽ കമ്പ്യൂട്ടറിന്റെ പങ്ക് വർദ്ധിച്ചിരിക്കുകയാണ്. അതിനാൽ ഉദ്യോഗസ്ഥർ ചോദിക്കാം, ഡെസ്ക്ടോപ്പ് ഉണ്ടോ, ലാപ്ടോപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം. ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം കുടുംബങ്ങളുടെ ഡിജിറ്റൽ സൗകര്യങ്ങളെ കുറിച്ചുള്ള പൊതുവിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഇനി 27ാമത്തെ ചോദ്യം, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്ത കുടുംബങ്ങൾ വളരെ കുറവാണ്. എന്നിരുന്നാലും ഔദ്യോഗിക കണക്കെടുപ്പിനായി ഈ വിവരങ്ങൾ രേഖപ്പെടുത്തും. ചില വീടുകളിൽ ഒരാൾക്ക് മാത്രമേ ഫോൺ ഉണ്ടാകുകയുള്ളൂ. ചില വീടുകളിൽ ഓരോ അംഗത്തിനും പ്രത്യേകം ഫോൺ ഉണ്ടാവും. ചില പ്രദേശങ്ങളിൽ മൊബൈൽ സേവനത്തിന്റെ ലഭ്യത ഇപ്പോഴും പരിമിതമായിരിക്കും. ഇത്തരം വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ ഈ ചോദ്യവും സഹായിക്കുന്നു. ഇനി 28ാമത്തെ ചോദ്യം, സാധാരണ മൊബൈൽ ആണോ, സ്മാർട്ട് ഫോൺ ആണോ എന്നുള്ള കാര്യം. സർക്കാർ സേവനങ്ങളിൽ ഇതും ഒരു പ്രധാന കാര്യമാണ്. ഇന്ന് മൊബൈൽ ആപ്പുകളിലൂടെ ലഭ്യമാക്കുന്നതിനാൽ ഡിജിറ്റൽ സൗകര്യങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കാൻ ഈ വിവരവും
ഉപകാരപ്പെടും. 29ാമത്തെ ചോദ്യം സൈക്കിൾ ഉണ്ടോ എന്നാണ്. സൈക്കിൾ ഒരു സാധാരണ ഗതാഗത മാർഗമാണെങ്കിലും നിരവധി ഗ്രാമപ്രദേശങ്ങളിൽ ഇത് ഇന്നും പ്രധാന യാത്രാ സൗകര്യമാണ്. ചില കുടുംബങ്ങൾക്ക് അത് തൊഴിലാവശ്യത്തിനും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിനാൽ വീട്ടിൽ സൈക്കിൾ ഉണ്ടോ എന്ന വിവരവും ശേഖരിക്കും. ഇനി 30ാമത്തെ ചോദ്യം, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇരുചക്ര വാഹനം ഉണ്ടോ എന്നാണ് ഈ ചോദ്യം. മോട്ടോർ സൈക്കിൾ ആണോ, സ്കൂട്ടർ ആണോ, മോപ്ഡ് ആണോ തുടങ്ങിയവയാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക നില വിലയിരുത്തലല്ല, ഗതാഗത സൗകര്യങ്ങളുടെ പൊതുവായ ലഭ്യതയെക്കുറിച്ചുള്ള കണക്കുകളാണ്. 31ാമത്തെ ചോദ്യം, കാർ അല്ലെങ്കിൽ മറ്റ് 4 ചക്ര വാഹനങ്ങൾ ഉണ്ടോ എന്നാണ്. കാറാണോ, ജീപ്പാണോ, വാനാണോ എന്നുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടും. ഇത് എന്തിനാണ് രേഖപ്പെടുത്തുന്നത് ചോദ്യമുണ്ട്. രാജ്യത്തെ ഗതാഗത സൗകര്യങ്ങളുടെ ഉപയോഗരീതി സംബന്ധിച്ച സ്ഥിതി വിവര കണക്കുകൾ തയ്യാറാക്കാനാണ്. ഒരു പ്രദേശത്ത് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ റോഡ് വികസനം, പാർക്കിംഗ്, ഗതാഗത പദ്ധതികൾ തുടങ്ങിയവയ്ക്ക് ഇത്തരം വിവരങ്ങൾ സഹായകമാകും. ഇനി 32ാമത്തെ ചോദ്യം, കുടുംബം പ്രധാനമായും ഉപയോഗിക്കുന്ന ധാന്യം ഏതാണെന്നുള്ളതാണ്. ഇത് കേട്ട് ചിലർക്ക് അത്ഭുതം തോന്നാം. നമ്മൾ കഴിക്കുന്ന ധാന്യം എന്തിനാണ് ചോദിക്കുന്നത്? ഈ ചോദ്യമുണ്ട്. കാരണം വിവിധ സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലും പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ വ്യത്യാസമാണ്. ചില സംസ്ഥാനങ്ങളിൽ അരിയാണ് പ്രധാനം, ചില സംസ്ഥാനങ്ങളിൽ ഗോതമ്പാണ് പ്രധാനം, ചിലയിടങ്ങളിൽ ചോളം, റാഗി, മറ്റ് ധാന്യങ്ങൾ എന്നിവയും പ്രധാനമായി ഉപയോഗിക്കുന്നുണ്ട്. ഈ വിവരങ്ങൾ ഭക്ഷ്യ ഉപയോഗ രീതി അതിനെക്കുറിച്ചുള്ള പൊതുവായ പഠനങ്ങൾക്കാണ് സഹായിക്കുന്നത്. ഇനി 33ാമത്തെ ചോദ്യം, ബന്ധപ്പെടാനുള്ള മൊബൈൽ നമ്പർ. ഇതാണ് പലരും കൂടുതൽ സംശയമുണ്ടാക്കുന്ന ഒരു വിഷയം. ഉദ്യോഗസ്ഥർ ചില സാഹചര്യങ്ങളിൽ കുടുംബത്തെ ബന്ധപ്പെടാൻ ഒരു മൊബൈൽ നമ്പർ ചോദിക്കാം. ഇതെന്തിനാണെന്നുള്ള ചോദ്യമുണ്ട്. സെൻസസ് വിവരങ്ങൾ എന്തെങ്കിലും വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഔദ്യോഗിക ആശയവിനിമയത്തിനായി മാത്രം ഉപയോഗിക്കാനാണ്. ഇത് പരസ്യങ്ങൾ അയക്കാനോ സ്വകാര്യ കമ്പനികൾക്ക് നൽകാനോ വേണ്ടിയല്ല. എന്നാൽ വിവരങ്ങൾ നൽകുമ്പോൾ ഔദ്യോഗിക തിരിച്ചറിയൽ ഉറപ്പാക്കിയ ശേഷമേ നൽകാവൂ. സെൻസസ് സമയത്ത് ചോദിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഇത് എല്ലാവരും അറിയണം. സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സെൻസസ് ഉദ്യോഗസ്ഥർ സാധാരണയായി ചോദിക്കാത്ത കാര്യങ്ങൾ: ATM പിൻ, UPI പിൻ, ബാങ്ക് പാസ്വേഡ്, OTP, ക്രെഡിറ്റ് കാർഡ് പിൻ, ഡെബിറ്റ് കാർഡ് CVV, അതുപോലെ ഇന്റർനെറ്റ് ബാങ്കിംഗ് രഹസ്യ വിവരങ്ങൾ. ഇത്തരത്തിലുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്നവർ തട്ടിപ്പുകാരായിരിക്കും. അതിനാൽ അതീവ ജാഗ്രത പാലിക്കുക. ഇനി സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിനുള്ളിൽ കയറാമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇത് പലരും ചോദിക്കുന്ന സംശയമാണ്. സാധാരണയായി വിവരശേഖരത്തിന് ആവശ്യമായ പരിധിക്കുള്ളിലാണ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം. അവർ വീട്ടിന്റെ അടിസ്ഥാന വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ആവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. വീട്ടിലെ സ്വകാര്യ അലമാരകൾ, ലോക്കറുകൾ, ബാങ്ക് രേഖകൾ തുടങ്ങിയവ പരിശോധിക്കാൻ സെൻസസിന്റെ പേരിൽ ആരും ആവശ്യപ്പെടാൻ പാടില്ല. ഇനി രേഖകൾ മുൻകൂട്ടി തയ്യാറാക്കേണ്ടതുണ്ടോ ചോദ്യമുണ്ട്. ചിലർ കരുതുന്നത് നിരവധി രേഖകൾ കയ്യിൽ വെച്ചിരിക്കണമെന്നതാണ്. യാഥാർത്ഥ്യത്തിൽ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ കൃത്യമായി പറയാൻ കഴിയുന്ന വിധം വീട്ടിലെ അംഗങ്ങൾക്ക് അടിസ്ഥാന വിവരങ്ങൾ അറിയുന്നത് മതിയാകുന്ന സാഹചര്യം കൂടുതലായിരിക്കും. എങ്കിലും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പ്രകാരം ആവശ്യമായാൽ മാത്രം അധിക രേഖകൾ കണക്കാക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഇനി വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയാൽ എന്ത് ചെയ്യാമെന്നുള്ള കാര്യം. ഉദ്യോഗസ്ഥർ വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. എന്തെങ്കിലും തെറ്റായി രേഖപ്പെടുത്തിയതായി തോന്നിയാൽ ഉടൻ തന്നെ തിരുത്താൻ ആവശ്യപ്പെടുക. പിന്നീട് തിരുത്തുന്നതിനേക്കാൾ അന്നു തന്നെ പരിശോധന ചെയ്യുന്നത് നല്ലതാണ്. ഇനി സ്വകാര്യത എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നുള്ള ചോദ്യമുണ്ട്. ഇന്ന് എല്ലാവർക്കും സ്വകാര്യതയെക്കുറിച്ച് ആശങ്കയുണ്ട്. നമ്മൾ നൽകുന്ന വിവരങ്ങൾ സുരക്ഷിതമാണോ? സെൻസസ് വിവരങ്ങൾ നിയമപരമായ സംരക്ഷണത്തിന് വിധേയമായ ഔദ്യോഗിക വിവരങ്ങളാണ്. ശേഖരിക്കുന്ന വിവരങ്ങൾ സ്ഥിതിവിവരക്കണക്കുകൾ തയ്യാറാക്കുന്നതിനും നയരൂപീകരണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ്. ഇനി പലരും ചോദിക്കുന്ന കാര്യം, സെൻസസ് കഴിഞ്ഞാൽ BPL കാർഡ് APL ആകുമോ? ക്ഷേമ പെൻഷൻ നിർത്തുമോ? റേഷൻ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള നിരവധി സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, സെൻസസിന്റെ പ്രധാന ലക്ഷ്യം വിവരശേഖരണമാണ്. രാജ്യത്ത് എത്ര ആളുകൾ താമസിക്കുന്നു, വീടുകളുടെ അവസ്ഥ എന്താണ്, കുടിവെള്ളം, വൈദ്യുതി, ശൗചാലയം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ് എന്നതുപോലെ വിവരങ്ങൾ ശേഖരിക്കാനാണ് സെൻസസ് നടത്തുന്നത്. അതുകൊണ്ട് സെൻസസിൽ വിവരങ്ങൾ നൽകിയതുകൊണ്ട്
ഒരു കുടുംബത്തിന്റെ BPL റേഷൻ കാർഡ് APL ആയി മാറുകയോ അതായത് ക്ഷേമ പെൻഷൻ സ്വമേധയാ നിർത്തുകയോ ചെയ്യുന്നില്ല. എന്നിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം, സർക്കാർ ഭാവിയിൽ ഏതെങ്കിലും ക്ഷേമ പദ്ധതിയുടെ അർഹത പരിശോധിക്കുകയോ ഗുണഭോക്തൃ പട്ടിക പുതുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരം നടപടികൾക്ക് അതത് പദ്ധതിയുടെ നിയമങ്ങളും ഔദ്യോഗിക മാനദണ്ഡങ്ങളും ബാധകമായിരിക്കും. സെൻസസ് വിവരങ്ങൾ ഉൾപ്പെടെ വിവിധ ഔദ്യോഗിക വിവരങ്ങൾ അത്തരം അവലോകനങ്ങളിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് റേഷൻ കാർഡ് വിഭാഗം മാറ്റുന്നതിന് അതത് സംസ്ഥാന സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. ക്ഷേമ പെൻഷൻ അർഹത പരിശോധിക്കുന്നത് ബന്ധപ്പെട്ട പെൻഷൻ പദ്ധതിയുടെ നിയമങ്ങൾ പ്രകാരമാണ്. ഏതെങ്കിലും ആനുകൂല്യം തുടരണോ വേണ്ടയോ എന്നത് സെൻസസ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്ന കാര്യമല്ല. അതിനാൽ സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്നാൽ പെൻഷൻ പോകും, വീട്ടിന്റെ ഫോട്ടോ എടുത്താൽ റേഷൻ കാർഡ് റദ്ദാക്കും, മൊബൈൽ നമ്പർ നൽകിയാൽ BPL നഷ്ടപ്പെടും എന്നിങ്ങനെയുള്ള പ്രചാരണങ്ങൾ കണ്ടാൽ ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിച്ച ശേഷം മാത്രം വിശ്വസിക്കുക. സെൻസസ് സമയത്ത് പ്രധാനം നിങ്ങളുടെ സത്യസന്ധവും കൃത്യവുമായ വിവരങ്ങൾ നൽകുക എന്നതാണ്. അതിലൂടെ ദേശീയ കണക്കെടുപ്പ് കൂടുതൽ കൃത്യമാവുകയും വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് സെൻസസ് വിവരങ്ങൾ നൽകിയത് കൊണ്ട് മാത്രം പെൻഷൻ മുടങ്ങുകയോ BPL കാർഡ് APL ആവുകയോ ചെയ്യുമെന്ന് കരുതേണ്ടതില്ല. അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അവ ബന്ധപ്പെട്ട പദ്ധതികളുടെ ഔദ്യോഗിക നിയമങ്ങളും സർക്കാർ ഉത്തരവുകളും അനുസരിച്ചായിരിക്കും. വീഡിയോ മുഴുവനായും കണ്ടതിന് നന്ദി. ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.